നുണകൾ പൊളിയുമോ എന്നാണ് ചോദ്യം. സ്മൃതി, നുണകൾ പൊളിയുമോ? നുണകൾ പൊളിയേണ്ടതുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ഈ തിരഞ്ഞെടുപ്പ് കാലം നോക്കുമ്പോൾ ഇവിടെ വികസനം ഒരു പ്രൊപ്പഗാൻഡയാവുകയാണ്. അത് ഒരു PR കൊണ്ട് വിജയിക്കാനാകുമെന്നുള്ള ഒരു അമിത ആത്മവിശ്വാസം പൊതുവെ പ്രകടമാണ്. അത് നല്ല രീതിയിൽ ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട്. PR വളരെ വേഗത്തിലാണ്. നമ്മൾ ഇപ്പോൾ റോഡിലേക്ക് ഇറങ്ങിയാൽ ഓരോ കിലോമീറ്ററിനടുത്ത് അകത്ത് തന്നെ എത്ര ഹോർഡിങ്ങുകളാണ്. ആ ഹോർഡിങ്ങളിലെല്ലാം ഒറ്റ മുഖമേ ഉള്ളൂ. ഒറ്റ മുഖം ഇവിടെ വികസനത്തിൻ്റെ മുഖമായി മാറുകയാണ്. അത് പിണറായി വിജയൻ്റെ മുഖമാണ്. കേന്ദ്രത്തിലൊക്കെ ആണെങ്കിൽ മോദിയുടെ മുഖമാണ്. അപ്പോൾ രണ്ട് മുഖങ്ങളാണ് വികസനവുമായി ബന്ധപ്പെട്ട ആ മുഖം. ഇനി വികസനവും പൊതുക്ഷേമവും എല്ലാം തന്നെ ഒരു ഔദാര്യം എന്ന രൂപത്തിൽ അവതരിപ്പിക്കും. ഞങ്ങൾ ഇത് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഒരു തമ്പ്രാനും അടിയാളരും ഭാവത്തിൽ അത് അവതരിപ്പിക്കപ്പെടുന്നു. അതല്ലെങ്കിൽ അതാണ് അത് കാണുന്ന ആൾക്ക് തോന്നുക. ആ രൂപത്തിലാണ് അത് അവതരിപ്പിക്കപ്പെടുന്നത്. ആ ഒരു സമീപനം ഈ കുറച്ചു കാലമായി നമ്മൾ തുടർച്ചയായി കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ ഈ പറഞ്ഞ രേഖകളുടെ കാര്യം സുനിൽ പറഞ്ഞുകൊണ്ട് ഞാൻ കൂടുതൽ പറയുന്നില്ല. 5 വർഷത്തെ കാര്യങ്ങളാണ് ഈ പറയുന്ന ഈ കണക്ക്. 5 വർഷം കൊണ്ട് നിർമ്മിച്ച കണക്കാണ് ഈ പറയുന്നത്. അപ്പുറത്ത് 10 വർഷത്തെയാണ് തിരിച്ചു ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് തുടർ ഭരണം കൂടി ചേർത്തിട്ടാണല്ലോ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു അന്നത്തെ കാലത്ത് UDFിൻ്റെ കാലത്ത് ഭവന പദ്ധതികൾ വിവിധ വകുപ്പുകളുടെ കീഴിലാണ് നടപ്പാക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ അതിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ കീഴിൽ ഇന്ദിരാ ആവാസ് യോജനയുണ്ട്, SC/ST വകുപ്പിൻ്റെ കീഴിൽ ഭവന പദ്ധതിയുണ്ട്, ഫിഷറീസ് വകുപ്പിൻ്റെ കീഴിൽ ഭവന പദ്ധതിയുണ്ട്, മുഖ്യമന്ത്രിയുടെ വകുപ്പിന് കീഴിലുമുണ്ട് സാഫല്യം, സുരക്ഷാ ഭവന പദ്ധതി. ഇത് അങ്ങനെ പല പദ്ധതികളായി പല വകുപ്പുകളിലായി ചിതറിക്കിടക്കുകയായിരുന്നു. ഇതെല്ലാം ഏകീകരിച്ചുകൊണ്ടാണ് LDF വന്നപ്പോൾ ലൈഫ് മിഷൻ വന്നത്. അപ്പോൾ ലൈഫ് മിഷനിൽ എല്ലാം ഏകീകരിച്ചിട്ടാണ്. അപ്പോൾ അത് ഒറ്റ ഇതിൽ പറയാൻ പറ്റും. മറ്റേതങ്ങനെയല്ല, വിവിധ വകുപ്പുകളിൽ പറയണം. അപ്പോൾ അതിൽ ഒരു കണക്ക് മാത്രം എടുത്തുകൊണ്ട് ഉമ്മൻചാണ്ടി നൽകിയ ഒരു മറുപടി മാത്രം എടുത്തുകൊണ്ട് ഈ 4000 വീട് എന്ന പരിഹാസമാണ് ചുരുങ്ങി. 5 വർഷത്തിൽ 4000 വീട്. അപ്പോൾ അത് എത്ര വലിയ ആരോപണവും എത്ര ചെറിയ കണക്കുമാണെന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ അതിൽ കൃത്യമായിട്ടും എത്ര വീടുകൾ നിർമ്മിച്ചു എന്നുള്ളതും അവസാനമായ കണക്കിൽ പറയുന്നുണ്ടല്ലോ. 4,58,976. ആ കണക്കുകൾ പറയുന്നത് ഈ സഭാരേഖകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ്. LDFിലെ മന്ത്രിമാർ തന്നെ പറഞ്ഞ കണക്കുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ്. കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ എത്ര പേർക്ക് സർക്കാർ പദ്ധതികളിലൂടെ പാർപ്പിടം നൽകി? സർക്കാർ പദ്ധതികളിലൂടെ കഴിഞ്ഞ 5 വർഷം. ആയിക്കോട്ടെ, അതാ ഞാൻ പറഞ്ഞത്. UDFിന്റെ കാലത്ത് ചെയ്തുകൊണ്ടിരുന്ന ഓരോ വകുപ്പാണ്. അപ്പോൾ മുഖ്യമന്ത്രിയുടെ വകുപ്പിന്റെ കാര്യമാണ് പറഞ്ഞത്. എന്തായാലും 5 വർഷം കൊണ്ട് 4000 വീടെല്ലാം നമുക്കറിയാവുന്ന യാഥാർത്ഥ്യമാണ്. അപ്പോൾ മറ്റു കണക്കുകളും നമ്മുടെ മുന്നിൽ വരുമ്പോൾ ഈ കണക്കുകൾ അവിടെ ഉള്ളതാണല്ലോ. ആ കണക്കുകൾ പറഞ്ഞിരിക്കുന്ന LDF കാലത്തെ മന്ത്രിമാർ ധാരണയാണ്. AK ബാലനും KT ജല്ലുമാണല്ലോ കണക്കുകൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ കണക്കുകളിലേക്ക് ഞാൻ പോകുന്നില്ല. അപ്പോൾ അത് ഒരു ചോദ്യമായി അവിടെ നിൽക്കുന്നു. ഇനി അടുത്തത്, നമുക്കറിയാം ഓരോ വികസന പദ്ധതികളുമായി ബന്ധപ്പെട്ടും വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ട് എന്താണ് പറഞ്ഞുകൊണ്ടിരുന്നത്. വിഴിഞ്ഞത്തിൽ 4000 കോടിയുടെ അഴിമതി എന്നല്ലേ ഉമ്മൻചാണ്ടിക്കെതിരെ പറഞ്ഞത്. അതിനുശേഷം വിഴിഞ്ഞം പദ്ധതിയുടെ മുഴുവൻ ക്രെഡിറ്റും എടുക്കുന്നു. അതിൻ്റെ ഉദ്ഘാടന പരിപാടിയിൽ നിന്നും പ്രതിപക്ഷ നേതാവിനെ ഒഴിവാക്കുന്നു, കോൺഗ്രസിനെ ഒഴിവാക്കുന്നു. ഇതൊക്കെ തന്നെയും എന്നിട്ട് അതിൽ അദാനിയുടെ മകൻ അദാനി ഗ്രൂപ്പ് അതിൽ നന്ദി പറയുന്നു. ഇതൊക്കെ നമ്മൾ കണ്ട കാഴ്ചയാണ്. ഇനി ഗെയിൽ പൈപ്പ് ലൈനുമായി ബന്ധപ്പെട്ട് അതൊരു കാലത്ത് ഭൂമിക്കടിയിലെ ബോംബായിരുന്നു. ഇപ്പോൾ ഗെയിൽ പദ്ധതി ഞങ്ങളുടെ ക്രെഡിറ്റായി മാറുകയാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മുന്നിൽ ചൂണ്ടിക്കാണിക്കാനുണ്ട്. ഇനി ഏറ്റവും ഒടുവിൽ നമ്മളിപ്പോൾ വരികയാണെങ്കിൽ ഇപ്പോൾ ഈ പറയുന്ന ഈ വയനാട്ടിലെ വീടുകളാണല്ലോ. ഇന്നൊരു പ്രഹസന സമരം കണ്ടു. പ്രഹസന സമരം എന്ന് പറഞ്ഞാൽ ഒരു രാഷ്ട്രീയ പാർട്ടി ഈ പറയുന്ന ദുരിതബാധിതർക്ക് വീട് നിർമ്മിച്ച് നൽകാം എന്ന് പറയുന്നതും സർക്കാർ നിർമ്മിച്ചു നൽകുന്ന വീട് എന്നുള്ളതും രണ്ട് കാര്യമാണ്. സർക്കാരിനാണ് ഉത്തരവാദിത്തം. രാഷ്ട്രീയ പാർട്ടി അവരുടെ നിലപാട് വ്യക്തമാക്കുന്നു. അത് ഏത് രാഷ്ട്രീയ പാർട്ടിയായാലും അവർ നിർമ്മിച്ചു നൽകിയാൽ അവരത് ജനങ്ങളോട് ചെയ്യുന്ന കടമ, അത് ജനങ്ങൾ അതിനോട് പ്രതികരിക്കുകയും ചെയ്യും. കോൺഗ്രസ് ശരിയാണ്, കോൺഗ്രസ് അതിലൊരു കണക്ക് വ്യക്തമാക്കിയിട്ടില്ല. സണ്ണി ജോസഫ്, നമ്മുടെ തന്നെ നേതാവിൽ പറഞ്ഞത് അദ്ദേഹത്തിൻ്റെയും സണ്ണി ജോസഫിൻ്റെയും പ്രതിപക്ഷ നേതാവിൻ്റെയും ഒരുമിച്ചുള്ള അക്കൗണ്ടിലേക്കാണ് പണം വന്നിട്ടുള്ളത്. ജോയിന്റ് അക്കൗണ്ടാണ്. ജോയിന്റ് അക്കൗണ്ടിലേക്ക് പണം വന്നിരിക്കുന്നു എന്ന് പറയുന്നു. മാത്രമല്ല യൂത്ത് കോൺഗ്രസ് നൽകിയ തുകയും എന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് എത്രയെന്ന് ഇപ്പോൾ ഓർമ്മയില്ല. പറഞ്ഞു 20 ലക്ഷം ആദ്യം പറഞ്ഞു. എന്തായാലും തുക വന്നിട്ടുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ നിർമ്മാണം നടന്നിട്ടില്ല, തുടങ്ങിയിട്ടില്ല, നമ്മൾ കാണുന്നുണ്ട്. ആ ദൃശ്യങ്ങൾ നമുക്ക് കണ്ടു കഴിഞ്ഞു. അത് ഒരു കാഴ്ചയാണ്. അപ്പോൾ കോൺഗ്രസ് നിർമ്മിച്ച് നൽകാത്ത വീടിനെ ചൊല്ലി DYFI അവിടെ എന്തിനാണ് ഒരു പ്രഹസന സമരം അവിടെ കൊടികുത്തി കാണിച്ചത്? ഈ തെരഞ്ഞെടുപ്പ് കാലത്തെ ഏറ്റവും ഒരു അശ്ലീല സമരമായിട്ട് ഞാൻ അതിനെ കാണുകയാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ദുരന്തബാധിതർക്ക് വീട് നിർമ്മിച്ച് നൽകാൻ ഉത്തരവാദിത്തം സർക്കാരിനാണ്. അപ്പോൾ ഈ നിർമ്മാണം എത്രയാണ്? 178 വീടുകളാണല്ലോ കൈമാറിയത്. ഈ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനത്തിന് തൊട്ട് മുൻപ് തന്നെ മാർച്ച് 1 വളരെ വേഗത്തിൽ ആ ഉദ്ഘാടനം നിർവഹിക്കുകയും താക്കോൽ നൽകുകയും ചെയ്യുന്നു. 178 വീടുകൾ. ആ 178 വീടുകൾ പൂർണ്ണമായിട്ടുണ്ടോ? വീട് നിർമ്മിച്ചിട്ടുണ്ട്. അവിടെ കറണ്ടില്ല, വെള്ളമില്ല, ഒരു സംവിധാനവുമില്ല. ഇപ്പോൾ അവിടേക്ക് ആർക്കും താമസിക്കാൻ കഴിയില്ല. ആ പണി പൂർത്തിയായിട്ടില്ല. ഈ മാർച്ച് ഈ പറഞ്ഞ സമയത്തിന് മുമ്പ് വളരെയധികം നിരവധി തൊഴിലാളികൾ അവിടെ പണിയെടുത്തിരുന്നു. ആ തൊഴിലാളികൾ ഒരു 2300ഓളം തൊഴിലാളികൾ പണിയെടുത്തിരുന്നു വളരെ വേഗത്തിൽ. അതായത് ആ താക്കോൽ കൈമാറുന്നതിന് മുമ്പ്. ആ കൈമാറ്റത്തിന് ശേഷം തൊഴിലാളികളുടെ എണ്ണം അങ്ങോട്ട് വെട്ടിക്കുറച്ചു. ഇപ്പോൾ അത്ര പേരില്ല. വേറെ 4 സോണുകളിലും വീട് നിർമ്മാണം നടക്കുന്നുണ്ട്. അതും വളരെ പതുക്കെയാണ് നീങ്ങുന്നത്. അപ്പോൾ ഈ മഴയ്ക്ക് മുന്നേ, അതാണല്ലോ ഏപ്രിൽ അവസാനം തന്നെ മുഴുവൻ വീടുകളും, അതായത്
ഈ മുഴുവൻ വീടുകളും കൊടുക്കുമെന്നാണ്. 410 വീടുകളും ഈ മാർച്ച് മഴയ്ക്ക് മുൻപ് നൽകുമെന്നാണ്. മഴയ്ക്ക് മുൻപ് എന്ന് പറഞ്ഞാൽ മെയിന് മുൻപ് നൽകുമെന്നാണ് പറഞ്ഞത്. അത് നടക്കുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. ഈ പറയുന്ന കറൻറ്റും വെള്ളവും ഒക്കെ തന്നെ കൊടുത്തു കഴിയാതെ ഈ 178 വീടുകളിലേക്കും ആളുകൾക്ക് പോകാൻ പറ്റില്ല. അതിൻ്റെ കാര്യങ്ങളിലും റവന്യൂ മന്ത്രി പറഞ്ഞത് 1 മാസം, അടുത്ത ബുധനാഴ്ച ആകുമ്പോഴേക്കും ഈ ഉദ്ഘാടനം ഈ താക്കോൽ കൈമാറിയിട്ട് 1 മാസം ആകുകയാണ്. അപ്പോൾ ഈ വീട് കിട്ടിയവർക്ക് അങ്ങോട്ട് പോകാൻ പറ്റുന്നില്ലെന്നേ. അവരിപ്പോഴും വാടക വീട്ടിൽ കഴിയുന്നു. അങ്ങോട്ടേക്ക് പോകണമെങ്കിൽ അവിടെ വെള്ളമില്ല, വെളിച്ചമില്ല എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? അപ്പോൾ വേഗത്തിൽ ഒരു 178 വീട് ഒരു പ്രതീതി സൃഷ്ടിക്കണം, ഞങ്ങളിതാ വീട് കൊടുത്തിരിക്കുന്നു എന്നുള്ളത്. എത്ര തുക അവിടേക്ക് കിട്ടിയിട്ടുണ്ട്? 774 കോടി രൂപ ജനങ്ങളുടെ സംഭാവനയായി കിട്ടിയിട്ടുണ്ടല്ലോ. കേന്ദ്ര ഫണ്ട് വേറെയും നൽകിയിട്ടുണ്ട്. അപ്പോൾ 176 വീടുകൾക്ക് എത്ര തുക ചെലവായിട്ടുണ്ട് നമ്മുടെ മുന്നിലുണ്ടല്ലോ. അപ്പോൾ തുക എവിടെയുണ്ട്? അപ്പോൾ വേഗം അതിൽ കുറയുന്നുണ്ട്. അപ്പോൾ തിരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടാണോ എന്ന് സ്വാഭാവികമായി സംശയിക്കാം. അതൊരു പ്രധാനപ്പെട്ട കാഴ്ചയാണ്. ഇനി ഡീലുമായി ബന്ധപ്പെട്ടാണല്ലോ. SDP വോട്ടുമായി ബന്ധപ്പെട്ട് SDP വോട്ട് വേണ്ട എന്ന് പറയുന്നില്ല. SDP വോട്ട് കോൺഗ്രസിന് മുമ്പ് കിട്ടിയിട്ടുണ്ട്, UDF മുമ്പ് കിട്ടിയിട്ടുണ്ട്, ചില ഘട്ടങ്ങളിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ LDF ചിലർക്ക് കൊടുത്തിട്ടുണ്ട്. ഇത് വേണ്ട. ഇന്നിപ്പോൾ അതാണല്ലോ കാരണം. കഴിഞ്ഞ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതാണ്. SDP വോട്ട് കൊണ്ട് ജയിച്ചിരിക്കുന്നു, ഈ വർഗീയവാദികളുടെ വോട്ട് വാങ്ങി ജയിച്ചിരിക്കുന്നു എന്ന് ആവർത്തിച്ച് പറഞ്ഞിരുന്ന യുവ നേതാക്കളെ ഇപ്പോൾ കാണുന്നില്ല. അവരെവിടെ പോയി എന്ന് എനിക്ക് റഹീമിനെ ഒന്ന് കാണണമെന്ന്. റഹീമിന്റെ പ്രതികരണം ഞാൻ ആഗ്രഹിക്കുകയാണ് ഈ ഘട്ടത്തിൽ. അദ്ദേഹം എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല? SDP ഇപ്പോൾ പറയുന്നു തുടർ ഭരണത്തിന് പറ്റിയ സാഹചര്യമാണെന്ന് പറയുന്നു. ഇവിടെ ഒരു ഭരണവിരുദ്ധ വികാരമില്ല എന്ന് പറയുന്നു. എന്നിട്ട് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഞങ്ങളൊരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല എന്ന് ഇങ്ങനെ ഒഴികഴിവ് പറയുന്നുണ്ട്. അപ്പുറത്ത് ഇന്ന് എൻ്റെ ചർച്ചയിൽ CPM പ്രതിനിധിയും അദ്ദേഹം ഇപ്പോൾ പറഞ്ഞ PDP സംസ്ഥാന അധ്യക്ഷനുമാണല്ലോ ഉണ്ടായത്, പ്രകാശ് മാഷ് അവിടെ ഇരിക്കുന്നു. അദ്ദേഹത്തിനോട് SDP വോട്ട് വേണ്ട എന്ന് പറയുമെന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നില്ലെന്ന് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ എത്ര രോഷാകുലനായിട്ടാണ് പ്രതികരിച്ചത് നമ്മൾ മുന്നിലുണ്ട് അല്ലേ. അപ്പോൾ ചോദിക്കുന്ന ആൾക്ക് വേറെ എന്തോ അജണ്ടയുണ്ട് എന്ന മട്ടിൽ പ്രതികരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതിന് മറുപടി നൽകിയിട്ടില്ല. SDP വോട്ട് അവരുടെ ഇഷ്ടത്തിന് ആർക്ക് വേണമെങ്കിലും വോട്ട് ചെയ്യാം എന്ന് നിങ്ങളൊക്കെ ഇന്നലെ പറഞ്ഞുകൊണ്ടിരുന്നത് ജനറൽ സെക്രട്ടറിയുടെ വാദമാണല്ലോ. ജനറൽ സെക്രട്ടറി പറഞ്ഞിരുന്നല്ലോ അവരൊരു ജനാധിപത്യ രീതിയിൽ പ്രവർത്തിക്കുന്ന സംവിധാനമല്ല. ഇന്ന് അദ്ദേഹം പറയുന്നത് വോട്ട് ചെയ്യാൻ വരുമ്പോൾ ആ കയ്യിൽ പിടിച്ചിട്ട് വോട്ട് ചെയ്യണ്ട എന്ന് പറഞ്ഞ് മാറ്റാൻ പറ്റുമോ എന്നുള്ളതാണ്. അപ്പോൾ അവിടെയും ആ കാര്യത്തിൽ വെള്ളം ചേർത്തിരിക്കുന്നു എന്നുള്ളതാണ്. എന്താണ് വോട്ട് അത് ചോദിച്ചു, മാധ്യമങ്ങൾ ചോദിക്കുകയാണ് SDP വോട്ട് വേണ്ട എന്ന് പറയുമോ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങളുടെ ഉദ്ദേശം എനിക്കറിയാം എന്നതല്ല മറുപടി. വേണ്ടെങ്കിൽ വേണ്ട എന്ന് പറയണമെന്നേ. അത് വർഗീയ സംഘടനയാണ്, വർഗീയ സംഘടനയുടെ വോട്ട് വേണ്ട എന്നാണെങ്കിൽ അത് പറയണം. ഇന്നലെ ഏറ്റവും ഗുരുതരമായ കാര്യം ഞാൻ പെറ്റ മകനെ എന്നുള്ള പാട്ട് അല്ലേ, നമ്മൾ കേട്ടതാണ്, പാട്ടല്ല, ആ അമ്മ കരഞ്ഞുകൊണ്ട് പറഞ്ഞതാണ്. അതൊരു കാലങ്ങളിൽ എത്രത്തോളം CPM നേതാക്കൾ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നതാണ്. അത് പല തെരഞ്ഞെടുപ്പിലും ഗുണം ചെയ്തിട്ടുണ്ട്, അത് വോട്ടായി മാറിയിട്ടുണ്ട്. ഇന്ന് ആ വിഷയം അത് ഓർമ്മിപ്പിക്കുമ്പോൾ പറയുന്നത് ഞങ്ങൾ ആര്യാടനുമായിട്ടും പിന്നീട് കൈകോർത്തിട്ടുണ്ട് എന്നുള്ളതാണ്. മറുപടി ക്ലിയർ ആണെന്നേ. ആര്യാടൻ, അതായത് സഖാവ് കുഞ്ഞാലി കൊലക്കേസിൽ പ്രതിയായിരുന്ന ആര്യാടനുമായിട്ട് പിന്നീട് ഒരു സഹകരിക്കുന്ന കാലം ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ആൻസർ ക്ലിയർ ആണ്. ഇപ്പോൾ ഞങ്ങൾക്ക് SDP വോട്ട് വാങ്ങുന്നതിൽ തെറ്റില്ല. കാലാകാലങ്ങൾ ഓരോ കാലത്ത് ഓരോ തരത്തിലുള്ള തീരുമാനമെടുക്കാമെന്നത് അത് വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയ ആൻസറായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. KC വേണുഗോപാൽ പറഞ്ഞത് വോട്ട്, അതായത് പറഞ്ഞത് KC വേണുഗോപാലിനുമായി ബന്ധപ്പെട്ട് അഭിമന്യുയുടെ കേസിൽ ഞാൻ കോൺഗ്രസിനെ പിന്തുണച്ചിട്ടുണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ഞാൻ പറഞ്ഞില്ലേ കോൺഗ്രസിനെ വോട്ട് വാങ്ങിയിട്ട് ഈ തവണ ഞാൻ പൂർത്തിയാക്കട്ടെ. കോൺഗ്രസ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് വേണ്ട എന്ന് തന്നെ വാർത്താ സമ്മേളനം നടത്തി പറഞ്ഞു. ഈ പറഞ്ഞ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ വോട്ട് SDP വാങ്ങുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ മറുപടി പറഞ്ഞിട്ടില്ല. SDP വോട്ട് വാങ്ങിയിട്ടുണ്ടെന്ന് നമുക്കറിയാം, SDP വോട്ട് കൊടുത്തിട്ടുണ്ടെന്ന് നമുക്കറിയാം. SDP വോട്ട് കൊണ്ടാണ് വിജയിച്ചത് എന്ന് പറയുമ്പോഴാണ് 18,840 വോട്ട് അതാണോ എന്ന സംശയമുള്ളത്. അപ്പോൾ അതല്ലാതെ CPM അപ്പോൾ പറഞ്ഞുകൊണ്ട് ഈ വാദം പറഞ്ഞവരാണ് അതിന് മറുപടി പറയേണ്ടത്. ഇത്രയും വർഗീയ വോട്ടെന്ന് പറയുന്നത് ഈ വർഗീയവാദികളുമായിട്ട് സഹകരിക്കൂ എന്താ കഥ എന്ന് പറഞ്ഞവർ ഇപ്പോൾ ആ വോട്ട് വാങ്ങുന്നതിനെ കുറിച്ച് പറയുന്നത് ഈ രൂപത്തിലാണ്. ഞങ്ങൾ ആര്യാരുമായി സഹകരിച്ചിട്ടുണ്ടല്ലോ എന്ന് പറയുമ്പോൾ അഭിമന്യൊക്കെ ഓർമ്മയായെന്നേ. അതാണ് അതിൻ്റെ ഉത്തരം. അപ്പോൾ ഇതാണ് ഈ കാഴ്ച. അപ്പോൾ നുണപ്രയോഗമെന്ന്, ഈ രാഷ്ട്രീയത്തിൽ നുണപ്രയോഗമെന്ന് തന്നെ വളരെ മോശമായ പ്രയോഗമാണെന്നൊരു അഭിപ്രായം എനിക്കുണ്ട് കേട്ടോ. കാരണം അവരവരുടെ ഒരു ന്യായം പറയുന്നു, അത് രാഷ്ട്രീയത്തിലെ ചില തന്ത്രങ്ങളാണ്. പച്ച നുണ പറയുന്നു എന്നൊക്കെ പറയുമ്പോൾ, നുണയൻ എന്ന് വിളിക്കുമ്പോൾ അത് രാഷ്ട്രീയ മര്യാദകേടാണ്. നമ്മളിവിടെ മുമ്പ് KK ശൈലജയെ ബന്ധപ്പെട്ട് KK ശൈലജയെ കോവിഡ് റാണി എന്നൊക്കെ പറഞ്ഞതിനെ അതിരൂക്ഷമായി പ്രതികരിച്ചില്ല. മോശം പ്രയോഗങ്ങൾ, വ്യക്തിഹത്യ എന്നുള്ളതല്ല, വ്യക്തിയല്ല, ഏത് വ്യക്തിയായാലും ഏതൊരു നേതാക്കളുടെ കൂട്ടമായാലും നുണയന്മാരുടെ കൂട്ടം എന്നൊക്കെ പറയുന്നത് വളരെ മോശമായ പ്രയോഗമാണ്. നിങ്ങൾ സത്യം അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിക്കുന്നേ. നുണ എന്നൊരു പ്രയോഗം ആദ്യമേ എടുത്തു വെച്ചുകൊണ്ട് PR ചെയ്യുക, അതങ്ങനെ തുടരുക. അതിപ്പോൾ മുഖ്യമന്ത്രിയും ഏറ്റെടുക്കുക. അതാണ് ഇപ്പോൾ കണ്ടിരിക്കുന്നത്. അല്ലല്ല, എൻ്റെ സംശയമല്ല. വീട് നിർമ്മാണം തുടങ്ങി
എന്ന് പ്രതിപക്ഷ നേതാവ് പറയുന്നത് നുണയാണോ സത്യം? വീട് നിർമ്മാണം തുടങ്ങി എന്നായിരിക്കാം പ്രതിപക്ഷ നേതാവിനെ അറിയിച്ചത്. പ്രതിപക്ഷ നേതാവ് ഓരോ തവണയും വയനാട്ടിൽ പോയി അവിടെ കല്ലിട്ടോ കല്ലിന് മുകളിൽ വന്നോ എന്ന് നോക്കുന്നില്ല. അദ്ദേഹത്തെ ധരിപ്പിച്ചതായിരിക്കും. ഞാൻ പറയുന്നു കോൺഗ്രസ് പരിശോധിക്കേണ്ടതുണ്ട്. ഞാനത് പറയുകയാണ്, കോൺഗ്രസ് പരിശോധിക്കേണ്ടതുണ്ട്. ഞാൻ പറയുന്നു ഡോക്ടർ അരുൺ, നുണ എന്ന വാക്ക് ശരിയല്ല എന്നാണ് ഞാൻ പറയുന്നത്. അല്ല, ഒരു മിനിറ്റ്. ഓരോ കാലത്തും ഞാനൊരു കാര്യം പറ്റേ, ഞാൻ പറയുന്നത് കേൾക്കൂ. 2006 പോയി 2006 പരിപാടിയെക്കുറിച്ച് പ്രതിപക്ഷ നേതാവ് പങ്കെടുത്ത പരിപാടിയെക്കുറിച്ച് നിങ്ങൾ വളരെ വേഗം അങ്ങോട്ട് ആരോപണം ഉന്നയിക്കുമ്പോൾ അത് പരിശോധിക്കേണ്ടി വരും. അതിലെടുക്കുന്ന സമയമുണ്ട്. അതൊരു നുണയാന്ന് പറയണ്ട. പിന്നീട് അദ്ദേഹം അത് വിശദീകരിക്കുന്നുണ്ട് എന്താണ് ചെയ്തതെന്നുള്ള കാര്യം. അത് ഏത് നേതാക്കളുടെ കാര്യത്തിലും അതെ കേട്ടോ. നിങ്ങൾ അടുത്ത നിമിഷം നിങ്ങൾ അതാ 2003 കാര്യം പറയണം, 2005 കാര്യം പറയണം. അത് നിങ്ങൾ അങ്ങനെ പ്രസംഗിച്ചില്ലേ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഓർമ്മയിൽ എടുക്കാൻ ഈ രാഷ്ട്രീയ നേതാക്കൾക്ക് സാധിച്ചില്ല. വയനാടിന്റെ കാര്യം പറയൂ. വയനാട് നമ്മുടെ മുന്നിൽ നോക്കൂ, എല്ലാ ക്യാമറകളും ഇത് തൊട്ട് മുൻപല്ലേ നമ്മൾ സംപ്രേഷണം ചെയ്തു. അല്ലെ, നമ്മുടെ സംപ്രേഷണം നോക്കിയിരിക്കുന്നതായിരിക്കും രാഷ്ട്രീയ നേതാക്കളെല്ലാം പ്രചാരണത്തിലാണ്. എന്ന് വെച്ചാൽ എന്താ അർത്ഥം? വയനാട്ടിൽ അവിടെ നിർമ്മാണ പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ടോ ഇല്ലയോ എന്ന് ഒരു മിനിറ്റ് കേൾക്കൂ. വയനാട്ടിലെ DCC പ്രസിഡന്റിനെയോ സെക്രട്ടറി വിളിച്ച് ചോദിച്ച് അറിയാവുന്നല്ലോ. നിങ്ങൾ ഇപ്പോൾ ഒരു ചോദ്യം ചോദിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഫോൺ വിളിച്ച് ചോദിക്കുക അങ്ങനെയല്ല, അങ്ങനെയൊന്നും അല്ല പറയാ. ഒന്നാമത്തെ കാര്യം അതിനുള്ള അബദ്ധം പറ്റിയതാണോ പറയുന്ന കേൾക്കൂ. ഞാൻ പറയുന്ന പൂർത്തിയാക്കട്ടെ. അതായത് ഭൂമി വാങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള കാര്യമാണല്ലോ. ഭൂമി വാങ്ങിയിട്ടില്ല, അതുവരെ വാങ്ങിയിട്ടില്ല എന്ന പ്രശ്നമായിരുന്നു. ഫണ്ട് മുഴുവൻ കിട്ടിയോ എന്നുള്ള പ്രശ്നമായിരുന്നു. പൈസ കിട്ടി, ഭൂമി വാങ്ങി. ഭൂമി അവിടെ എന്താണ് കെട്ടിവെച്ചിട്ടുണ്ട്. ഇത്രയാണ് ഭൂമി എന്നുള്ളത് അവിടെ കെട്ടിവെച്ചിട്ടുണ്ട്. ആ ഭൂമിയിൽ പണി തുടങ്ങുന്നുണ്ടോ ഇല്ലോ എന്ന് നമ്മുടെ മുന്നിൽ നടക്കാമോ എന്ന കാര്യമാണെന്നേ. അതങ്ങനെ മറച്ചു വെക്കാൻ പറ്റില്ല. പണി തുടങ്ങിയോ എന്ന് വെച്ചാൽ കല്ലിട്ടു എന്നായിരിക്കും അദ്ദേഹം ഉദ്ദേശിച്ചത്. എനിക്കറിയില്ല, എനിക്കതിനെ ന്യായീകരിക്കേണ്ട കാര്യമില്ല. കോൺഗ്രസിന്റെ കാര്യത്തിൽ ഇല്ലല്ല, ഞാൻ പറയുന്നത് അത്രേ ഉള്ളൂ. അരുൺ എന്നെ കൊണ്ട് എത്ര പറയിപ്പിച്ചിട്ടും കാര്യമില്ല. ഞാൻ ഇത്രേ പറയുള്ളൂ. ഡോക്ടർ അരുൺ, എനിക്ക് ഇത്രേ പറയുള്ളൂ. കോൺഗ്രസും സ്വയം വിമർശനം നടത്തേണ്ടതാണ്. ഒരു മിനിറ്റ്, സ്വയം വിമർശനം നടത്തേണ്ടതാണ്. 178 വീടുകൾക്ക് കറണ്ടും വെള്ളം കൊടുക്കാതെ ഞങ്ങളതാ വീട് നിർമ്മിച്ച് നൽകുന്നത്. ഇന്ന് പോലും അത് അവിടെ വന്ന് റവന്യൂ മന്ത്രി എന്ന് പറഞ്ഞിട്ട് ന്യായം പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിന് അങ്ങ് മറുപടി പറഞ്ഞോളൂ. അങ്ങ് അവരുടെ ന്യായം പറഞ്ഞോളൂ. ഞാൻ ഇത്രേ പറയുന്നുള്ളൂ. ഒരു സർക്കാർ നിർമ്മിച്ചു നൽകുന്നതും ഒരു രാഷ്ട്രീയ പാർട്ടി നിർമ്മിച്ചു നൽകുന്നതും തമ്മിലുള്ള ഉത്തരവാദിത്തത്തിൽ ഒരു താരതമ്യവും ഇല്ല. ഒന്നാമത്തെ കാര്യം അതാണ്. ഇല്ലില്ല, സർക്കാരാണ് ചെയ്യേണ്ടത്. ഭരിക്കുന്ന സർക്കാരാണ് ദുരന്ത ബാധിത. അവിടെ 774 കോടി നമ്മളെ കൊടുത്ത പൈസ, നമ്മൾ കൊടുത്ത പൈസ 774 അവിടെ കൊടുത്തിട്ട് കോൺഗ്രസ് ആയിട്ട് പിരിച്ചതാണ്. ഡിവൈഎഫ്ഐക്കാരെ പിരിക്കുന്ന ആ പൈസ എന്റേതാണ് ഞാൻ പറയില്ല. ബക്കറ്റ് പിരിവായിട്ട് ഞാൻ എന്റെ പൈസ എന്ന് പറയില്ല. താല്പര്യമുള്ളവർ കൊടുക്കുന്നു. കോൺഗ്രസ് പൊതുപണമാണല്ലോ പിരിച്ചത്. ആ പൊതുപണം പിരിച്ചാൽ ഏതെങ്കിലും ഒരു അക്കൗണ്ടിൽ കാണണമല്ലോ. എനിക്കോ സ്മൃതിക്കോ ഇന്നേ വരെ ഏത് അക്കൗണ്ടിലാണെന്നുള്ളതിന് ക്ലാരിറ്റി ഉണ്ടോ? എന്താ പറഞ്ഞത്? സ്മൃതിയുടെ അഭിമുഖത്തിൽ തന്നെയല്ലേ പറഞ്ഞത് അത് KPCC പ്രസിഡന്റിന്റെയും പ്രതിപക്ഷ നേതാവിന്റെയും ജോയിന്റ് അക്കൗണ്ടിലാണ് എന്ന്. നിങ്ങൾ ലീഗിന്റെ അക്കൗണ്ടിനെ കുറിച്ച് ചോദിച്ചില്ല. വീട് വെച്ചു. ലീഗിന്റെ കാര്യത്തിൽ ലീഗ് വീട് വെച്ചു, അവിടെ ആള് താമസം തുടങ്ങി. കോൺഗ്രസ് പൈസ വാങ്ങി അവിടെ ആന ഇറങ്ങുന്ന സ്ഥലമാണെന്ന് അയൽവാസി പറയുന്നു. ആ സ്ഥലത്ത് അവിടെ റോഡ് നിർമ്മിക്കാൻ കുറച്ച് മെറ്റൽ കൊണ്ടിട്ടു. അതും കോൺഗ്രസിന്റെ മെറ്റൽ അല്ലെന്നാണ് മനസ്സിലാക്കുന്നത്. റോഡ് നിരപ്പാക്കി മൈതാനം പോലെ കിടക്കുന്നു. അതാണ് വാസ്തവം. എന്നിട്ട് വീട് നിർമ്മാണം തുടങ്ങി എന്ന് പറഞ്ഞാൽ എന്നോടല്ലേ ചോദ്യം. ഒന്നാമത്തെ കാര്യം, ഈ നുണ എന്ന പ്രയോഗം ആർക്കെതിരെ പറഞ്ഞാലും അത് ശരിയല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. പറയട്ടെ, ഞാൻ വീട് നിർമ്മിച്ച് നൽകിയില്ലെങ്കിൽ അത് നമ്മുടെ മുന്നിൽ നടക്കുന്ന കാര്യമാണ്. കോൺഗ്രസ് ഇപ്പോൾ അതിൽ കൃത്യമായ മറുപടി നൽകുന്നില്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അത് ഞാൻ പൂർത്തിയാക്കട്ടെ. അസത്യം പറഞ്ഞു എന്ന് പറഞ്ഞാൽ മതിയോ? അല്ല, അസത്യം എന്നൊന്നും ഞാൻ അതിനെ കാണുന്നില്ല. ഇല്ല, അത് അദ്ദേഹം വീടിനെ കുറിച്ച് നിർമ്മിച്ചു എന്ന് പറഞ്ഞാൽ വീട് നിർമ്മിച്ചു എന്നൊന്നും പറഞ്ഞു ഞാൻ നിർമ്മാണം തുടങ്ങി പ്രവർത്തനം തുടങ്ങി നിർമ്മാണ പ്രവർത്തനം കല്ലിട്ടാൽ തന്നെ ഒരു പ്രവർത്തനം തുടങ്ങലാണ് അല്ലേ? ആ പ്രവർത്തനം തുടങ്ങി. അതിന്റെ അടുത്ത സ്റ്റെപ്പ് തുടങ്ങുമെന്നാണ് നമ്മുടെ. നോക്കൂ, നിങ്ങൾ ഇങ്ങനെ ചിരിക്കുമ്പോൾ ആദ്യം ആ കറന്റും വെള്ളം കൊടുത്തിട്ടാണ് ആൾക്കാർ സർക്കാരിനാണ് ഉത്തരവാദിത്യം. ആ ഓരോ വീട്ടിലും ഞാൻ പോയി. 178 വീടുകളിലെ ആളുകളുടെ പ്രതികരണം കൊടുത്തു. അതങ്ങ് കണ്ടു, ഞാൻ കണ്ടു. അവർക്ക് അത് അല്ലാന്ന് പറയാൻ പറ്റില്ല. അവർക്ക് വെള്ളമില്ല. എന്താ ഈ പറയുന്നത്? വെള്ളമില്ലെന്ന് പറഞ്ഞാൽ കറണ്ട് വെള്ളം അവിടെ കിട്ടി തുടങ്ങിയില്ലെന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? അവിടുത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും 100% ഫിനിഷ് ചെയ്യുമ്പോൾ ഞാൻ പോയ വീട്ടിൽ വെള്ളമുണ്ട്. ഞാൻ പോയ വീട്ടിൽ
വീട്ടിൽ കരണ്ടുണ്ട്, പക്ഷേ അത് മുഴുവൻ ലൈനുകളിലേക്കും വലിച്ചു തീർക്കാൻ ഇനി ഒരു 10 ദിവസം കൂടി വേണ്ടി വരും എന്ന് പറഞ്ഞാൽ ഈ വിഷുവിന് മുമ്പ് പൂർണ്ണമായും പൂർത്തിയാക്കാൻ പറ്റും. അതാണ് 1 മാസം കൊണ്ട് ബാക്കി പ്രവർത്തനം പൂർത്തിയാക്കും. ഇപ്പോൾ നടക്കുന്ന പ്രവർത്തനം എന്താണെന്നറിയാമോ? അവിടെ നടക്കുന്ന ചുറ്റുമതിലിന്റെ നിർമ്മാണമാണ് ഈ 178ന്റെ. വീടിനുള്ളിൽ കേൾക്കൂ, വീടിനുള്ളിൽ ഒരു പണിയും ബാക്കിയില്ല. എനിക്ക് അങ്ങയുടെ പ്രതികരണമല്ല, എനിക്ക് അവിടെ നേരിട്ടല്ല, ഞാൻ ഈ വീട് ആയിക്കോട്ടെ, അങ്ങ് കണ്ടോട്ടെ. ഞാൻ വീട് കിട്ടിയ ആളുടെ പ്രതികരണമാണ് പറയുന്നത്. ഞാൻ വീട് കിട്ടിയ ആളുടെ പ്രതികരണമാണ്. ശരി, അങ്ങ് ഏതെങ്കിലും സഖാവിന്റെ പ്രതികരണം എടുത്ത് അങ്ങ് ആയിക്കോട്ടെ. അങ്ങനെ അധിക്ഷേപിക്കരുത്. ദുരന്തബാധിതരായ മനുഷ്യരാണ്. ദുരന്തബാധിത മനുഷ്യൻ പറഞ്ഞാണ് ഞാൻ സ്ത്രീ പറഞ്ഞാണ് ഞാൻ വളരെ സംതൃപ്തരാണ്. നിങ്ങൾ ആ സംതൃപ്തി വോട്ടാക്കൂ, നിങ്ങൾ പറയൂ. അത് തന്നെയാണ് മാർച്ച് 1-ന് മനസാക്ഷിരഹിതമായി നമ്മൾ സംസാരിക്കരുത്. മനുഷ്യരെ അവിടെ കൊണ്ടുവന്ന് മാതൃകാപരമായ ഒരു പദ്ധതി. സ്മൃതിക്കറിയോ, വീട് മാത്രമല്ല, 1 ലക്ഷം രൂപയുടെ ഫർണിച്ചർ അടക്കമാണ്. അവിടെ ഒരു കബോർഡിരിപ്പുണ്ട്, അത് കൂടാതെ 1 ലക്ഷം രൂപയുടെ ഫർണിച്ചർ അടക്കം. ശരിയാണ്, ബാക്കിയുള്ള 178 വീടുകളിലും ചുറ്റുമതിലോടുകൂടി 100% പൂർത്തിയാക്കാൻ ഇനി ഒരാഴ്ച കൂടി സമയമെടുക്കുമെന്ന് പറയുന്നു. അവിടെ പണി നടന്നുകൊണ്ടിരിക്കുന്നു. ഇത് നമ്മുടെ കൺമുന്നിലുള്ള കാര്യമാണ്. നിലവിൽ ഈ നിമിഷം വരെയും അവിടെയുള്ള ഒരാളും അതിന് അസംതൃപ്തി രേഖപ്പെടുത്തിയിട്ടില്ല. ഞാൻ അവിടെയുള്ള ഒരാളുടെ അസംതൃപ്തിയാണ് കണ്ടത്. ആ അസംതൃപ്തിയാണ് പറഞ്ഞത്. ഒരു മിനിറ്റ് ശേഷം വരട്ടെ. അല്ല, ഒരു മിനിറ്റ്, ഒറ്റ കാര്യമുള്ളൂ. എന്തറിയോ, ഈ പാർട്ടിക്ക് പാർട്ടിയുടേതായ ഫോറം ഉണ്ട്. ഇടതുപക്ഷത്തിൻ്റെ കയ്യിൽ കൊണ്ടേ പൈസ കൊടുക്കണ്ട, സർക്കാരിൻ്റെ കയ്യിൽ പൈസ കൊടുക്കണ്ട എന്ന് പറഞ്ഞിട്ടാണ് ഈ KPCC പൈസ പിരിച്ചു കേട്ടോ. അന്നത്തെ KPCC പ്രസിഡന്റായ K. സുധാകരൻ പറഞ്ഞാണ് പാർട്ടിയുടേതായ ഫോറം ഉണ്ട്, അതിൽ കൊണ്ട് പൈസ കൊടുക്കാനാണ് ഞാൻ എല്ലാവരോടും പറഞ്ഞതെന്ന് പറഞ്ഞിട്ടാണ് ഈ പൈസ മേടിച്ചത്. ഈ 1 കോടി രൂപയ്ക്ക് അധികം മേടിച്ചു വെച്ചല്ലോ. കോൺഗ്രസ് പിരിച്ചതിന് കണക്ക് ഇതുവരെ പറഞ്ഞിട്ടില്ലേ, യൂത്ത് കോൺഗ്രസിൻ്റെ കണക്ക് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. എന്നിട്ട് ഈ പറയുന്ന പൈസയാണ് ഈ പറയുന്ന അക്കൗണ്ടിൽ കിടക്കുന്നത്. ഈ അക്കൗണ്ടിൽ കിടക്കുന്ന പൈസ എവിടെ ഉപയോഗിച്ചു എന്ന് അറിയുന്ന കേരളത്തിലെ ജനങ്ങൾക്ക് ഉത്തരവാദിത്തമുണ്ട്. സർക്കാരിന്റെ പൈസ മാത്രമല്ല, അതൊരു ഏതാ വലുത് ചെറുതെന്നല്ല. 1 രൂപ. ഇതൊരു ജനങ്ങളുടെ പ്രതിബദ്ധതയുള്ള പ്രതിപക്ഷമാണെങ്കിൽ, ഒരു പാർട്ടിയാണെങ്കിൽ, അടുത്ത അധികാരം വേണമെന്ന് പറയുന്ന പാർട്ടിയാണല്ലോ. ഈ പാർട്ടി പിടിച്ച പൈസ എന്താ ചെയ്തതെന്നാ ജനങ്ങൾ എവിടെയാ കിട്ടിയത്, എത്ര കിട്ടി, ആര് മേടിച്ചു, എങ്ങനെ മേടിച്ചു, എന്തിനു ഉപയോഗിച്ചു, എന്തെങ്കിലും ഒന്ന് പറ. ഒന്നും പറയുന്നില്ല. ആകെ യൂത്ത് കോൺഗ്രസിന് 30 ജനങ്ങൾക്ക് കാണിച്ചിരുന്നേ. ാണെങ്കിൽ സത്യവാങ്മൂലത്തിൽ പറഞ്ഞിരിക്കുന്നത് തെറ്റ്. അല്ല, ഇതെന്താ കൊള്ളയടിക്കുകയാണോ? പ്രതിപക്ഷ നേതാവിന്റെയും KPCC പ്രസിഡന്റിന്റെയും തെരഞ്ഞെടുപ്പ് സത്യവാങ്മൂലത്തിൽ ആ ജോയിന്റ് അക്കൗണ്ടിൽ വരുന്ന പൈസ ഇല്ല. അല്ലാതെ സാറ് ജനങ്ങളോട് പ്രതിബദ്ധതയുള്ള ഒരു പ്രതിപക്ഷ നേതാവാണ് ഈ പറഞ്ഞിരിക്കുന്നത്. 773 കോടി കിട്ടിയിട്ട് നിങ്ങൾക്ക് ഇതുവരെ തിരക്ക് കഴിഞ്ഞു. ജനങ്ങളുടെ പൈസയാണ്, അത് ജനങ്ങളുടെ അക്കൗണ്ടിലാണ് കിടക്കുന്നത്. അത് ജനങ്ങളുടെ പൈസ ജനങ്ങളുടെ അക്കൗണ്ടിലാണ്. Meet the editors.